കാർഷിക മേഖലയുടെ പഴമ നിലനിർത്തി കർഷകരുടെ ആയില്യം മകം ആഘോഷം. കന്നിമാസത്തിലെ 16-ാം മകത്തിന് പുരാതന കർഷക ഭവനങ്ങളിൽ മകത്തടിയനെ പ്രതിഷ്ഠിക്കലും കന്നുകാലികളെ പൂജിക്കലും നടന്നു. മണ്ണാർക്കാട് ഗ്രാമീണ മേഖലയായ തച്ചനാട്ടുകരയിലെ വിവിധ ഭാഗങ്ങളിൽ ആചാര പെരുമകളോടെ ആയില്യമകം ആഘോഷം നടന്നു. കന്നിമാസത്തിൽ വിജയദശമിക്ക് മുൻപ് വരുന്ന ആയില്യം മകം നാളുകളാണ് ആഘോഷത്തിനായി എടുക്കുന്നത്. കന്നിമാസത്തിലെ 16-ാം മകത്തിന് കർഷക ഭവനങ്ങളിൽ മകത്തടിയനെ പ്രതിഷ്ഠിക്കലും കന്നുകാലികളെ പൂജിക്കലും നടക്കുന്നു. ഗ്രാമങ്ങളിലെ പുരാതന തറവാട്ടുകാർ മാത്രമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ആചാരം മുറുകെ പിടിച്ചു നടക്കുന്നത്. ആചാരങ്ങൾ പാലിക്കുന്ന പഴയ കർഷക ഭവനങ്ങളിൽ പശുക്കളെ കുളിപ്പിച്ച് കുറിയണിയിച്ച് കെട്ടി തീറ്റ നൽകി പൂജ നടത്തുന്ന പതിവുണ്ടായിരുന്നു. കാർഷിക വൃത്തിക്ക് സഹായിക്കുന്ന കന്നുകാലികളെ പൂജിക്കൽ കൂടിയാണിത്. കാർഷിക മേഖല യന്ത്രങ്ങൾക്ക് വഴിമാറിയതോടെ കർഷക ഭവനങ്ങളിലെ തൊഴുത്തുകളും കന്നുകാലികളും ഇല്ലാതായി. യന്ത്രവൽകൃത കൃഷിയിലേക്ക് മാറിയെങ്കിലും അന്നം തരുന്ന നെൽപ്പാടങ്ങൾ ഉഴുതുമറിക്കുന്ന കന്നുകാലികൾക്ക് വിശ്രമം നൽകി ആദരിക്കുന്ന അപൂർവ സന്ദർഭം കൂടിയാണ് ആയില്യം മകം ദിനങ്ങൾ. ആയില്യത്തിന് കന്നുകാലികൾക്ക് അരിക്കുറിയും മകം നാളിൽ മഞ്ഞൾക്കുറിയും അണിയിക്കും. ആദ്യകാലങ്ങളിൽ എല്ലാ ദിവസവും പാടത്ത് ഒഴിവില്ലാതെ കന്നുകാലികൾക്ക് പണിയുണ്ടാകും. എന്നാൽ ആയില്യം മകം ദിവസം മാത്രമാണ് ഒഴിവ് നൽകുക. രാവിലെ കുളിപ്പിച്ച ശേഷം കന്നുകാലികളുടെ ശരീരത്തിൽ കൈപ്പത്തി കൊണ്ട് കുറിയണിയിക്കുക, കന്നുകാലികളെ തൊഴുത്തിൽ കെട്ടി തീറ്റ നൽകുകയും ചെയ്യുന്നത് ഒരു ദിവസത്തെ വിശ്രമമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചെതല്ലൂരിലെ കർഷകനായ അമ്പലത്ത് വിശ്വനാഥൻ പറഞ്ഞു. കന്നുകാലികളെ, പശുക്കളെ കുറിയിടിക്കുക, മകം ദിവസം മഞ്ഞക്കുറിയിടിക്കുക, ഇതൊക്കെ കാർഷിക വീടുകളിൽ, കൃഷിപ്പണിയുള്ള വീടുകളിൽ ചെയ്യുന്നത് പതിവായിരുന്നു. ഇന്ന് യന്ത്രത്തിൻ്റെയും മറ്റും പ്രവർത്തനം കാരണം കന്നുകാലികൾ ഇല്ലാതായി. ആ പഴമ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെ ഓർമ്മപ്പെടുത്തലാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ വീടുകളിലും നാൽക്കാലികളെ വളർത്തുകയും അവർക്ക് പൂജ ചെയ്യുകയും അവർക്ക് ഭക്ഷണം കൊടുത്ത് ഒരു ദിവസത്തെ വിശ്രമം കൊടുക്കുകയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തച്ചനാട്ടുകര, വെള്ളിനേഴി എന്നിവിടങ്ങളിൽ ഇന്നും പഴമ പിന്തുടർന്ന് ഏതാനും കർഷകർ ഈ ചടങ്ങുകൾ അനുഷ്ഠിച്ചു വരുന്നു. പഴയ പല ആചാരങ്ങളും ഇന്ന് അന്യം നിന്നു പോവുകയാണ്. UTV ന്യൂസ്, പാലക്കാട്.